കരൂർ ദുരന്തത്തിൽ നടൻ വിജയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് നടന്നുവരുന്നത്. സിനിമാ മേഖലയിൽ നിന്ന് വിമർശനം ഉയരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ വിജയ്ക്കെതിരെ രംഗത്തെത്തുന്നു. കരൂരിൽ വിജയ് എന്തുകൊണ്ടാണ് പ്രതിസ്ഥാനത്ത് വരുന്നത്? ദുരന്തത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ഉച്ചയ്ക്ക് 12 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ വിജയ് കരൂരിലെ റാലി നടക്കുന്ന സ്ഥലത്തെത്തിയത് രാത്രി 7 മണിക്ക് ശേഷം. വിജയനെ കാണാൻ ജനങ്ങൾ രാവിലെ 10 മണി മുതൽ അവിടെ എത്തിയിരുന്നു. കനത്ത വെയിലിൽ കാത്തിരുന്ന അവർ വെള്ളവും ആഹാരവും പോലും ഇല്ലാതെയാണ് മണിക്കൂറുകളോളം അവിടെ ചെലവഴിച്ചത്. അവരെല്ലാവരും തന്നെ തളർന്നിരുന്നു. വിജയ് എത്തി പ്രസംഗം ആരംഭിച്ചപ്പോൾ അവിടെ ദുരന്തവും സംഭവിച്ചു കഴിഞ്ഞിരുന്നു. വിക്രവാണ്ടിയിൽ പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്നപ്പോഴും ഭക്ഷണവും വെള്ളവും കിട്ടാതെ പലരും കുഴഞ്ഞു വീണിരുന്നതാണ്. അതിനുശേഷം നടന്ന മധുര സമ്മേളനത്തിൽ പങ്കെടുത്തവർക്ക് വെള്ളവും ഭക്ഷണവും കിട്ടി. എന്നാൽ ജില്ലാ പര്യടനങ്ങൾ ആരംഭിച്ചപ്പോൾ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ കുടിവെള്ളം എത്തിക്കാനോ ഒരു ശ്രമവും ടി.വി.കെയുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അതിനറിവുള്ളവർ കൂടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. തിരുച്ചിറപ്പള്ളിയിലെ റാലിയിലും ജനങ്ങളെ മണിക്കൂറുകളോളം വെയിലത്ത് നിർത്തിയിട്ടാണ് വിജയ് എത്തിയത്. റാലികൾക്ക് പോലീസ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ രാഷ്ട്രീയമാണെന്ന് ആരോപിച്ച് കോടതിയിൽ പോകുകയായിരുന്നു ടി.വി.കെ ചെയ്തത്. കരൂരിൽ 10,000 പേർ പങ്കെടുക്കുന്ന പരിപാടിക്ക് അനുമതി ചോദിച്ചിട്ട് എത്തിയത് 10 ഇരട്ടിയിലേറെ ആളുകൾ. 500 പോലീസുകാർ മാത്രമായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. പക്ഷേ വിജയ് അവിടെയും സുരക്ഷിതനാണ്. വൈ കാറ്റഗറിയും ബൗൺസർ സുരക്ഷയുമുണ്ട്. കാത്തിരിക്കുന്ന ആരാധകർക്ക് അവരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. വിജയ് എന്തുകൊണ്ടാണ് ജനങ്ങളെ പൊരിവെയിലിൽ കാത്തുനിർത്തുന്നത്?